ഇതിൻ്റെ സംവിധാനം മലയാള സിനിമയുടെ ഭീഷ്മാചാര്യനായ ഞങ്ങളുടെ ഗുരുനാഥനായ ശ്രീ ജോഷി സാറാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ഗ്രാൻഡ് പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന സിനിമയാണ് 2020. ഈ സിനിമ അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കണം എന്നുള്ളത് 1-2 വർഷക്കാലം മുമ്പേ നമ്മൾ സംഘടനയിൽ ആലോചിച്ചൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടോ അത് കുറച്ച് നീണ്ടുപോയി. അങ്ങനെ ഇപ്പോഴാണ് അതിനൊരു അവസരം ഒത്തുവന്നത്. അപ്പോൾ ആ സിനിമ, അങ്ങനൊരു സിനിമ അമ്മയ്ക്ക് വേണ്ടി ഒരു സിനിമ എടുക്കാം എന്ന് തീരുമാനിക്കുകയും ആ സിനിമ ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കുക എന്നുള്ളൊരു ചുമതലയും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ദിലീപ്, നമ്മൾ പലരോടും ചോദിച്ചു, ദിലീപ് പറഞ്ഞു ഞാൻ ആ സിനിമ ഏറ്റെടുക്കാം. അങ്ങനെയാണ് ഈ സിനിമയുടെ നിർമ്മാണം ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയ 10-70 ആർട്ടിസ്റ്റുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിൽ ഞാൻ സർവേശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അമ്മയോട്. അമ്മ എന്ന സംഘടന ഒരു 3 വർഷം മുമ്പ് ഒരു സിനിമ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ജനറൽ ബോഡിയിൽ വെച്ചാണ് അതിന് തീരുമാനം ഉണ്ടായത്. ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത് ശരിക്കും സിദ്ദിഖയും മണിമൽ രാജുവേട്ടനുമാണ്. അതിനുശേഷം 1-2 വർഷം അതിൻ്റെ മുന്നോട്ടുള്ള പോക്കുകളൊന്നും ആവാതെ വന്നപ്പോഴാണ് ഒരിക്കൽ ഞാൻ ചോദിച്ചു, അപ്പോൾ ഷോസ് തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് മാറുന്ന കണ്ടപ്പോൾ ഞാൻ ഇന്നസെൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഇത് നടക്കില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഞാൻ വേണമെങ്കിൽ ശ്രമിക്കാം, അതിനുള്ളൊരു നെറ്റ്വർക്ക് ഉണ്ട് എന്ന് ഞാനിങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞപ്പോൾ ഇന്നസെൻ്റ് അത് ലാലേട്ടനോട് പറയുകയും ഉടൻ തന്നെ ലാലേട്ടൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് വെച്ച് ലാലേട്ടൻ തന്നെയാണ് എന്നെ വിളിച്ചിട്ട്, അന്ന് രാജുവേട്ടനൊക്കെ ഉണ്ടായിരുന്നു, സിദ്ദിഖായിട്ട് സംസാരിച്ചു. അങ്ങനെ നീ ചെയ്താൽ മതി, ഞങ്ങളെല്ലാം സഹകരിക്കാം, ഞങ്ങളെല്ലാവരുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നൊരു വലിയൊരു ധൈര്യം തന്നതിൻ്റെ പേരിലാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ഉള്ളൊരു ധൈര്യം ഉണ്ടായത്.